ബോളിവുഡ് താരം സൈഫ് അലി ഖാന് കുത്തേറ്റു. നടന്റെ ബാന്ദ്രയിലെ വീട്ടിലെ മോഷണ ശ്രമത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രദീപ് പിള്ള, നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ 6 കുത്തേറ്റിട്ടുണ്ട് അദ്ദേഹത്തിനെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന വിവരം. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എന്താണ് അറിയാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? ദേവിക, ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് മോഷണ ശ്രമത്തിനിടയിൽ സൈഫ് അലി ഖാന് കുത്തേറ്റത്. മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ എന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹം താമസം. നമുക്കറിയാം, ഭാര്യ കരീന കപൂറിനും മക്കൾക്കും ഒപ്പമായിരുന്നു താമസം. ഇദ്ദേഹത്തിന് കുത്തേറ്റത് മോഷണവുമായിട്ടുള്ള പിടിവലിക്കിടെയാണ് എന്നാണ് നിഗമനം. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോഷ്ടാവിനായി ആക്രമിക്കാനുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. 3:30 കൂടിയാണ് ഇദ്ദേഹത്തെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് അവിടുത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നീരജ് ഉത്താമനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ നടക്കുന്നു. ന്യൂറോ സർജൻ നിതിൻ ഡാംഗെ, കോസ്മെറ്റിക് സർജൻ ലീന ജെയിൻ, അനസ്തെറ്റിസ്റ്റ് നിഷ ഗാന്ധി എന്നീ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മുറിവുകളാണ് സൈഫ് അലി ഖാൻ ഏറ്റിട്ടുള്ളത്. ഇതിൽ 2 വളരെ ആഴത്തിലുള്ളതാണ്. അതിൽ തന്നെ ഒരു മുറിവ് നട്ടലിനോട് വളരെ ചേർന്നാണ്. ഇത്രയും വിവരങ്ങളാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യനില എത്ര ഗുരുതരമാണ് എന്നുള്ളതിനെ കുറിച്ചും ഒരു വിവരം ആശുപത്രി അധികൃതർ പറയൂ എന്നും ആശുപത്രിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്ററായിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന മൻസൂർ അലി ഖാൻ പട്ടൌഡിയുടെയും ബോളിവുഡ് താരം ഷർമിള ടാഗോറിന്റെ മകനാണ് സൈഫ് അലി ഖാൻ. ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ, ദിൽ ചാഹ്താ ഹൈ അടക്കമുള്ള ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കും സുപരിചിതനാണ് സൈഫ് അലി ഖാൻ. പുലർച്ചെ 2:30 വീട്ടിൽ കയറിയുള്ള മോഷണ ശ്രമത്തിനിടയിലാണ് സംഭവം എന്നുള്ളത് വീട്ടുകാർ അറിയിക്കുന്നുണ്ട്. സൈഫ് അലി ഖാൻ പ്രദീപ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, കാരണം വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇത്തരം ബോളിവുഡ് താരങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ സെക്യൂരിറ്റി ഗാർഡ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ അകത്തേക്ക് കടന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ബാന്ദ്ര പോലീസ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1-ലധികം അന്വേഷണ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. മുംബൈ ക്രൈംബ്രാഞ്ച് സമാന്തരമായി മറ്റൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉയരുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്കറിയാം, 1-ലധികം സുരക്ഷാ ഗേറ്റുകൾ കടന്നു വേണം ഇത്തരം താരങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പാർട്ട്മെന്റ് ആയാലും വില്ല ആയാലും മാധ്യമങ്ങൾ പോലും ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കാറാണ് പതിവ്. ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾ തേടാനും. അതിനും അപ്പുറം ബയോമെട്രിക് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിനകത്ത് ചെന്ന് ഇദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്ക് പ്രവേശിക്കാൻ, അതല്ലെങ്കിൽ ആ വസതിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ ഒരു മോഷ്ടാവിന് കഴിഞ്ഞു എന്നുള്ളത് സുരക്ഷയിൽ വന്ന പാളിച്ചയാണോ വീഴ്ചയാണോ, അത് ഒരു ഇൻസൈഡർ ജോബാണോ, അകത്തുള്ള ഒരാളുടെ നേതൃത്വത്തിലോ സഹായത്തോടെയോ അകത്തുള്ള ഒരാൾ തന്നെയാണോ മോഷണത്തിനും അക്രമത്തിനും മുതിർന്നത് തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. ഒട്ടനവധി ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. അതിനുശേഷം മാത്രമേ ആരോഗ്യനിലയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ദേവിക. ശരി പ്രദീപ്. ബോളിവുഡ് താരം സൈഫ് അലി ഖാന് കുത്തേറ്റു. നടന്റെ ബാന്ദ്രയിലെ വീട്ടിലെ മോഷണ ശ്രമത്തിനിടെയാണ് ആക്രമണം. 6 കുത്തുകളാണ് ഏറ്റിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും അദ്ദേഹത്തെ എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. പ്രദീപ് പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.